welcome to my YouTube channel Meenu's Crazy World. It's me, the Crazy Meenu. So, എനിക്ക് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ഈ ഒരു മന്തിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ എനിക്ക് ടൈം ടേബിൾ ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടി ഈ ഒരു ടൈം ടേബിൾ ഷെയർ ചെയ്യാമെന്ന്. സോ എന്തൊക്കെയാണ് ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ആദ്യം എണീക്കുക എന്നുള്ളതാണല്ലോ മെയിൻ ആയിട്ടുള്ള തിങ്. സോ എണീക്കണം. ഞാനൊരു 7:30 എണീക്കാറുള്ളത്. സോ 7:30 എണീക്കും. ദെൻ മേക്ക് ദ ബെഡ്. നമ്മൾ ബെഡ് ഒന്ന് ക്ലീൻ ആക്കി വെക്കണം എന്നാൽ നമുക്കൊരു മൈൻഡിനൊരു സുഖം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്കൊരു ഇത് എന്താ പറയുക, മൈൻഡ് ഒന്ന് കാമാകും. പിന്നെ ഈ ബെഡൊക്കെ മേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു നീറ്റായിട്ട് ഇരിക്കും. ദെൻ ഡ്രിങ്ക് വാട്ടർ. വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ രാവിലെ എണീച്ചതും വെള്ളം കുടിക്കുന്നത് വെരി വെരി ഗുഡാണ്. ഈ വെയിലിന് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ നിറയെ ഹൈഡ്രേറ്റ് ആക്കാൻ നോക്കണം. ദെൻ ബ്രഷ് യുവർ ടീത്ത്. ബ്രഷ് ചെയ്യണം. അത് ചെയ്യാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. സോ ബ്രഷ് ചെയ്യണം, അത്രേ ഉള്ളൂ. ബ്രഷിന് ശേഷം എക്സസൈസ് ചെയ്യണം. എക്സസൈസ് എന്ന് പറഞ്ഞാൽ വലിയ എക്സസൈസോ വർക്കൗട്ടോ ഒന്നും അല്ല, ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് റിഫ്രഷ് ആവുക. എന്ന് വെച്ചാൽ നമ്മൾ ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് നമുക്കൊന്ന് വെളിയിൽ നിന്ന് വരാൻ പറ്റും, വെളിയിലേക്ക് വരാൻ പറ്റും ആ ടയേർഡ്നെസ്സിൽ നിന്ന്. പിന്നെ ബാത്ത്. ഈ എക്സസൈസ് കഴിഞ്ഞിട്ട് ഒരു ബാത്ത് എടുത്താൽ വളരെ നല്ല രസം ഉണ്ടാവും. സോ ഒരു ബാത്ത് എടുക്കാം. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കാനായി നോക്കുക. കാരണം മോർണിംഗ് ഉള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. സോ ബ്രേക്ക്ഫാസ്റ്റിന് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കാം. ദെൻ റീഡ് ബുക്ക് ഓർ ന്യൂസ് പേപ്പർ. നിങ്ങൾക്ക് ബുക്ക് വായിക്കാം. അല്ല, നിങ്ങൾക്ക് ബുക്ക് വായിക്കണ ശീലം ഇല്ലെങ്കിൽ നിങ്ങളൊരു ന്യൂസ് പേപ്പർ വായിക്കുകയെങ്കിലും ചെയ്യാം. ദെൻ ഫ്രീ ടൈം ആണ് നിങ്ങൾക്ക്. ഫ്രീ ടൈം നിങ്ങൾക്ക് ഫോൺ നോക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും TV കാണാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും. ദെൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടൈം. നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രോയിങ് ചെയ്യാം, ഇല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാം, പെയിൻറ്റിങ് ഒക്കെ ചെയ്യാം. സോ അങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്സ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ സ്കിൽ ഇംപ്രൂവിങ് ടൈം. നിങ്ങൾക്കൊരു സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടാവുമല്ലോ. സോ ആ ഒരു സ്കില്ലിനെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. എനിക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. സോ അത് ഞാൻ എപ്പോഴും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ലഞ്ച് ടൈം ആണ് നമുക്ക് വരുന്നത്. ലഞ്ച് ഇനി എന്താ പറയുക, ലഞ്ച് അത്ര തന്നെ. അതിനുശേഷം സ്റ്റഡി ടൈം ആണ്. എനിക്ക് ഹിന്ദിയിൽ വീക്കായതുകൊണ്ട് ഞാൻ ഹിന്ദി, മലയാളം, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഗ്രാമർ അതൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസോ പ്രോജക്റ്റോ അത് നിങ്ങൾക്ക് ചെയ്യാം. ദെൻ നാപ്പ് ഓർ മൂവി. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒന്ന് ഉറങ്ങാം, ഇല്ലെങ്കിൽ ഒരു മൂവി കാണാവുന്നതായിരിക്കും. ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദെൻ ഇപ്പോഴാണ് ശരിക്കത്തെ എക്സസൈസ് ചെയ്യേണ്ടത്. ഇപ്പം നല്ലോണം വർക്കൗട്ട് ചെയ്ത് ഒന്ന് ബോഡി ഒന്ന് മൂവ് ചെയ്യാനായിട്ട് നോക്കുക. ഡെയിലി ബോഡി മൂവ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ്. ബോഡി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഡെയിലി ബോഡി മൂവ് ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ദെൻ ഫാമിലി ടൈം. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആയിട്ട് ഫാമിലിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാം ആൻഡ് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും. സോ കുറച്ച് സമയം മാറ്റി വെച്ച് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ദെൻ ഡിന്നറാണ്. ഡിന്നർ എന്താ പറയുക, ഡിന്നർ സാധാരണ പോലെ ഡിന്നർ കഴിക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾക്കൊരു 9 മണി 10 മണി ആ ഒരു ടൈമിലൊന്നും ഡിന്നർ കഴിക്കാണ്ടിരിക്കാൻ നോക്കുക. വളരെ 7 മണി 7:30 ഡിന്നർ ഫിനിഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ദെൻ വാക്ക്. ഡിന്നർ കഴിഞ്ഞിട്ട് അത്താഴം കഴിഞ്ഞിട്ട് ഉല്ലാസം എന്ന് പറയില്ലേ, സോ അതേപോലെ ഒരു ജസ്റ്റ് ചെറിയൊരു വാക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഡൈജസ്റ്റ് ആവാനാണ്. വളരെ എക്സസൈസ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുക. വെളിയിൽ നല്ലൊരു സുഖത്തിൽ ഒരു തണുപ്പിലൊക്കെ വാക്ക് ചെയ്യുക. ആൻഡ് ഫ്രീ ടൈം ബട്ട് ഡോണ്ട് ലുക്ക് ഫോൺ. ഇത് നിങ്ങൾക്ക് ഫ്രീ ടൈം ആണ്. നിങ്ങൾക്ക് ഏട്ടൻ്റെ കൂടെ കളിക്കാം, നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കാം, ഇല്ലെങ്കിൽ പെറ്റ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കാം. പക്ഷെ ഫോൺ നോക്കരുത്. ഫോൺ നോക്കിയാൽ ഉറക്കത്തിന് മുമ്പായതുകൊണ്ട് നല്ല ഉറക്കം നഷ്ടപ്പെടും. സോ അടുത്തത്
സ്ലീപ്പ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ലീപ്പാണ്. സോ ഇത്ര കാര്യങ്ങളെ ഞാനൊരു ദിവസം സമ്മർ വെക്കേഷനിൽ ചെയ്യാറുള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മീനൂസ് ക്രേസി വേൾഡിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലവ് യു ഫ്രം മീനൂസ്.